നമ്മൾ ഇന്ത്യക്കാർ ഏത് മിസൈൽ വിടണം, എവിടെ ബോംബ് ഇടണം എന്നൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ പാകിസ്ഥാൻകാർ എന്താണ് ചെയ്യുന്നത് അറിയോ? പാകിസ്ഥാൻകാർ വേറെ തന്നെ ഒരു യുദ്ധമുറയാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മീം വാർസ് ആണ് പാകിസ്ഥാൻകാർ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഇത് വരുന്നുണ്ടോന്ന് അറിയില്ല. എന്റെ അൽഗോരിതം മുഴുവൻ ഇത് തന്നെയാണ്. ഈ പാകിസ്ഥാനിലെ ഓരോ ആൾക്കാരുടെ ഓരോ മീമുകളും ട്രോളുകളും. ഇവന്മാരുടെയൊക്കെ കിളി പോയിന്നാ തോന്നുന്നത്. അവിടുത്തെ പൊളിറ്റീഷ്യന്മാര് ഓരോന്നൊക്കെ വിളിച്ചു പറയുമായിരിക്കും. പക്ഷെ അവിടുത്തെ ആൾക്കാർ ഉണ്ടാക്കുന്ന മീമുകളിൽ അവരിനെ തന്നെ സെൽഫ് ട്രോൾ ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മളീ നൈസായിട്ട് ട്രോൾ ചെയ്യുന്നുണ്ട്. സെൽഫ് ട്രോളിന്റെ ആ കാര്യം പറയുകയാണെങ്കിൽ അവർ പറയുന്നത് ലാഹോറിലെ ഏതോ ഈ സ്ട്രീറ്റ് ഫുഡ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരാളുണ്ട് ഫേമസ് ആയിട്ടുള്ള. അപ്പൊ അയാളുടെ അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ബോംബ് ഇടുകയാണെങ്കിൽ അയാളുടെ തലയിൽ ഇടണം എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അതേപോലെ വെള്ളം നിർത്താൻ പോകണമെന്ന് പറഞ്ഞിട്ട് പെപ്സി എടുത്തിട്ട് ചന്തി കഴുകുന്നതും പെപ്സി എടുത്തിട്ട് കുളിക്കുന്നതൊക്കെയാണ് വേറെ കുറെ. വെള്ളം ഇല്ലാന്നൊക്കെ പറഞ്ഞ് ഡിച്ചിന്ന് ഓരോ വെള്ളമൊക്കെ എടുത്ത് കുടിക്കുക. ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളാണ് ഇവരെന്നെ ചെയ്യുന്നത്. കറാച്ചി യൂണിവേഴ്സിറ്റിയുടെ ഒരു മീം പേജ്, അതിൽ അവർ പറയുന്നത് മോദിജി നിങ്ങൾ വേഗം ആ വെള്ളമൊക്കെ നിർത്തി കുറച്ച് മിസൈൽ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ലീവൊക്കെ കിട്ടും, അത് വേഗം ഒന്ന് ചെയ്ത എക്സാം ഒക്കെ ഒന്ന് ക്യാൻസൽ ചെയ്യിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മീമുകളാണ് ഇതിൽ. ലാസ്റ്റ് ടൈം ആയിട്ട് അവക്കാഡോ ടേസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവക്കാഡോ ഒക്കെ മേടിച്ച് കഴിക്കുന്ന വേറെ കുറെ ആൾക്കാർ. പിന്നെ നമ്മളെ ട്രോളുന്നത് വെയിറ്റിംഗ് ഫോർ മിസൈൽ എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് വെയിറ്റ് ചെയ്യുന്ന പോലത്തെ കുറെ മീമുകൾ, എപ്പോഴാ മിസൈൽ വരിക എന്ന് നോക്കിയിരിക്കുന്ന കുറെ ആൾക്കാർ. ഇന്ത്യക്കാർ ആദ്യം മീംസ് ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും പിന്നെ ഇതൊക്കെ കണ്ടിട്ട് ഇവരും ഇന്ത്യക്കാർ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. മൊത്തം മിസൈൽ വിട്ടുള്ള യുദ്ധമൊന്നും ഇപ്പൊ തുടങ്ങിയിട്ടില്ലെങ്കിലും മീം വാർസ് തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ. നേരത്തെ തുടങ്ങിയതുകൊണ്ട് പാകിസ്ഥാനാണ് ഇപ്പൊ ലീഡിങ്. ഇന്ത്യക്കാർ ഇപ്പൊ വന്നിട്ടുള്ളൂ. മിക്കവാറും ഇന്ത്യക്കാർ കുറച്ച് കഴിയുമ്പോഴേക്കും ടോപ്പിൽ എത്താൻ സാധ്യതയുണ്ട്. ഇതിന്റെ അപ്ഡേറ്റ്സ് ഞാൻ അപ്പ അറിയിക്കുന്നതായിരിക്കും.